അമേരിക്കയിൽ ജനിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് പൗരത്വം നൽകുന്നത് തടയുന്ന നിയമം ഭേദഗതി നടപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് സുപ്രീംകോടതിയുടെ അനുമതി. സർക്കാർ നയങ്ങളിൽ ഇടപെടരുതെന്ന നിർദ്ദേശമാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. വിധി വലിയ വിജയം എന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. ആധുനിക കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ല ജന്മാവകാശ പൗരത്വമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എക്സിക്യൂട്ടീവ് ഓർഡറും ട്രംപ് പുറപ്പെടുവിച്ചിരുന്നു. നടപടിക്കെതിരെ വിവിധ കോടതികൾ ഉത്തരവും പുറപ്പെടുവിച്ചു. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ നിയമ നടപടികൾക്കുള്ള അധികാരത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് കോടതികൾക്ക് സുപ്രീം കോടതി നൽകിയത്. 9 അംഗങ്ങൾ ഉൾപ്പെടുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 6 ജഡ്ജിമാർ വിധിയെ അനുകൂലിച്ചും 3 ജഡ്ജിമാർ എതിർത്തും വോട്ട് ചെയ്തു. സുപ്രീം കോടതി വിധി വൻ വിജയമെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. അനധികൃത കുടിയേറ്റക്കാരുടെ അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കില്ലെന്ന് തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തരത്തിൽ അമേരിക്കയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ദമ്പതിമാർ അവിടെ തന്നെ കഴിയാനുള്ള അനുമതി നേടുന്ന രീതിയുമുണ്ട്. ഇത്തരത്തിൽ അനുമതി ലഭിച്ചവരെ നാടുകടത്തൽ നടപടികൾക്ക് വിധേയമാക്കാനും സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് പൗരത്വം ജന്മാവകാശമാക്കേണ്ടതില്ലെന്ന തീരുമാനം ട്രംപ് കൈക്കൊള്ളുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.